ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഫ്രൈഡ് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് നമുക്ക് ചൂടോടെ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈഡ് ചിക്കനാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ചിക്കൻ ഇവിടെ ഞാൻ കട്ട് ചെയ്ത് നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ തയ്യാറാക്കാൻ വേണ്ടി കട്ട് ചെയ്തെടുക്കില്ല എന്ന പോലെ തന്നെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഫുൾ ചിക്കനാണ്. ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു 3/4 കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 ടീസ്പൂൺ സുർക്കയും കൂടെ ആ പാലിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കലക്കിയെടുക്കണം. നമ്മൾ കഴുകി വാർത്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വെച്ചിട്ടാണ് ചിക്കനെ നമ്മൾ മാരിനേറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂണിൽ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് ഗാർലിക് പൗഡറും ജിഞ്ചർ പൗഡറും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഗോതമ്പ് പൊടിയുടെ മിക്സിൽ ഇതൊന്ന് കൂട്ടിയിട്ട് കൊടുത്താൽ മതി. അതില്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ചിക്കനിലൊന്ന് മാരിനേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ചുരുങ്ങിയത് നമ്മളിത് 1 മണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് സോഡാപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇവിടെ ഒരു ബൗളിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മുടെ നോർമൽ വാട്ടർ തന്നെയാണ്. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം ചിക്കൻ ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ആദ്യം ഒരു ചിക്കൻ പീസ് എടുത്തിട്ട് ഈ ഒരു ഫ്ലോർ മിക്സിൽ ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഗോതമ്പ് പൊടിയിൽ ഈ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അങ്ങനെ 2 പ്രാവശ്യം വേണം നമുക്കിത് കോട്ട് ചെയ്തെടുക്കാൻ. വീണ്ടും വെള്ളത്തിലിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു മിക്സിയിലിട്ടിട്ട് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ വേണം ബാക്കിയുള്ളത് നമുക്ക് തയ്യാറാക്കാൻ. അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഞാനിവിടെ നല്ല പോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി ആവശ്യത്തിന് ഓയിൽ ഞാനൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ ഒന്നുകൂടി ക്രിസ്പി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അരിപ്പൊടി നമ്മുടെ ഫ്ലോർ മിക്സിൽ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1-2 ടീസ്പൂൺ വരെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതാ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 സൈഡും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതിൻ്റെ പുറം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. സാധാരണ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ബ്രോസ്റ്റഡ് ചിക്കനേക്കാളും കൂടുതൽ ഏകദേശം ഒരു KFCൻ്റെ സ്റ്റൈലിലൊക്കെ ഇത് വന്നിട്ടുണ്ടെന്ന് പറയാം. നമ്മൾ ആ മുളകും പൊടി ചേർത്തത് കൊണ്ടാണ് ഇതിനൊരു റെഡ് കളർ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്നും ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ കഴിക്കാനായിട്ടോ നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ.